2009, 2010 വർഷങ്ങളിൽ ജപ്പാന്റെ വിവിധ തീരങ്ങളിൽ നിന്നും 20 ഓർ ഫിഷുകളെ അല്ലെങ്കിൽ ഡൂം ഡേ ഫിഷുകളെ കണ്ടെത്തി. തൊട്ടടുത്ത വർഷമായ 2011 അതിഭീകരമായിട്ടുള്ള സുനാമിയാണ് ഇതേ തീരങ്ങളിൽ ഉണ്ടായത്. അതിനെ തുടർന്ന് 20,000-ഓളം വരുന്ന ആളുകൾ മരണമടയുകയും ചെയ്തു. 2025 മെയ് മാസം 31-ാം തീയതി, അതായത് കഴിഞ്ഞ ആഴ്ച തമിഴ്നാടിന്റെ തീരങ്ങളിൽ നിന്നും ഇതേ ഓർഫിഷിനെ വീണ്ടും കണ്ടെത്തുകയുണ്ടായി. 30 അടിയോളം നീളമുണ്ടായിരുന്ന ഈ ഓർഫിഷിനെ ഏകദേശം അര ഡസനോളം വരുന്ന ആളുകളാണ് തൂക്കിയെടുത്തത്. അതേ ആഴ്ച തന്നെ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിൽ നിന്നും ഓർഫിഷിനെ കണ്ടെത്തി. 2025 ഫെബ്രുവരി മാസത്തിൽ മെക്സിക്കോയിൽ നിന്നും 2024 ഓഗസ്റ്റ് മാസത്തിൽ കാലിഫോർണിയയിൽ നിന്നും ഓർഫിഷുകളെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പലരും അഭിപ്രായപ്പെടുന്നത് 2025-ലോ 2026-ലോ ഇതേ തീരങ്ങളിൽ സുനാമി ആവർത്തിക്കുമെന്നാണ്. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില ശാസ്ത്ര പ്രബന്ധങ്ങൾ കൂടി പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ നിർമ്മാണത്തിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സകല റെഫറൻസുകളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് വളരെ വിശദമായി തന്നെ ഈ വിഷയത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 ട്രിക്കുകളും ഒരു കോഴ്സിന്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിന്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിന്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ അതിന്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. 1772 പീറ്റർ അസ്കാനിയസ് ആണ് ആദ്യമായി ഈ മത്സ്യത്തെ കണ്ടെത്തുന്നത്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ബോണുള്ള ഫിഷും ഇതുതന്നെയാണ്. ഇതിന് പരമാവധി 56 അടി നീളമുണ്ടായിരിക്കും. അതായത് അത്യാവശ്യം നീളമുള്ള 10 പുരുഷന്മാരെ ഒന്നിനു മുകളിലായിട്ട് അടുക്കി വെച്ചാൽ എത്രമാത്രം നീളമുണ്ടോ അത്രയും നീളമുണ്ട് ഈ മത്സ്യത്തിന്. അത്രയും നീളമുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള വണ്ണമൊന്നും ഇതിനില്ല. വളരെയധികം നീളം കൂടിയിട്ടുള്ള ഒരു റിബൺ പോലെയാണ് ഇതിരിക്കുന്നത്. ഒരു റിബൺ നീന്തിപ്പോകുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അതുപോലെ തന്നെയാണ് ഈ മത്സ്യവും നീന്തിപ്പോകുന്നത്. ശത്രുക്കളുടെ മുൻപിലെങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു പല്ലിയെ പോലെ സ്വന്തം വാല് മുറിച്ചു മാറ്റി അവിടെ നിന്നും രക്ഷപ്പെടാൻ ഇതിന് സാധിക്കും. പിന്നീട് ശത്രുക്കളുടെ ശ്രദ്ധ മുഴുവനും ആ മുറിഞ്ഞു മാറിയ വാലിലായിരിക്കുമല്ലോ. ഇങ്ങനെ വാല് മുറിച്ചു മാറ്റിയാലും അതിന് വീണ്ടും ആ വാല് കിളിച്ചു വരുത്തൊന്നുമില്ല. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുറിവ് ഉണങ്ങി മാറും. അസ്ഥികളുള്ള മത്സ്യത്തിന് മറ്റു മത്സ്യങ്ങളെ പോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നീന്തി പോകാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്വിം ബ്ലാഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അവയവമുണ്ട്. ആ അവയവത്തിൻ്റെ ഉള്ളിൽ ധാരാളമായി വാതകങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഇതിന് മുകളിലേക്ക് ഉയർന്നു വരാനൊക്കെ സാധിക്കും. അങ്ങനെയാണ് നീന്തലിൽ വലിയ വിദഗ്ധരല്ലാത്ത ഇവർക്ക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ താമസിക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ബോണി ഫിഷിന് അത്തരത്തിലുള്ള ഒരു അവയവമില്ല. പിന്നെ എങ്ങനെയാണ് ഇതിന് ആ കടലിൻ്റെ ആഴങ്ങളിൽ നിലനിൽക്കാൻ സാധിക്കുന്നത്? അതിന് സാധ്യമാക്കുന്നത് ഇതിൻ്റെ അതിവിദഗ്ധമായിട്ടുള്ള സ്വിമ്മിങ് സ്കിൽസ് ആണ്. അസ്ഥികളുള്ള മത്സ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സ്വിമ്മിങ് സ്കിൽസ് ഉള്ളത് നമ്മുടെ ഈ ഡൂം ഡേ ഫിഷുകൾക്കാണ്. ഇത് നീന്തി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നീളമേറിയ ഒരു പാമ്പ് നീന്തി പോവുകയാണെന്നായിരിക്കും തോന്നുക. സാധാരണ മത്സ്യങ്ങളെ പോലെ ഹൊറിസോണ്ടലായിട്ട് മാത്രമല്ല ഇത് നീന്തി പോവുക. ഇതിന് നേരെ കുത്തനെ വെർട്ടിക്കലായിട്ട് നീന്താനും സാധിക്കുന്നതാണ്. അതിൻ്റെ കാരണം ഇതിൻ്റെ താമസ സ്ഥലമാണ്. ഇത് താമസിക്കുന്നത് കടലിൻ്റെ പ്രതലത്തിൽ നിന്നും ഏകദേശം 200 മീറ്റർ താഴെയായിട്ടാണ്. 200 മീറ്റർ താഴെ മുതൽ ഏകദേശം 1 കിലോമീറ്റർ താഴ്ചയിൽ വരെ ഇതിന് താമസിക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രത്തിൻ്റെ അനുമാനം. അനുമാനം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയധികം ആഴങ്ങളിലായതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തെക്കുറിച്ചുള്ള വലിയ അറിവൊന്നും നമ്മുടെ പക്കലില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതുമൊക്കെ വളരെ വിരളമായി മാത്രം ഇത് കരയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. ഇത് കരയിൽ എല്ലായ്പ്പോഴും എത്തിച്ചേരില്ല. മിക്ക സമയങ്ങളിലും ഇത് ഇതിൻ്റെ സാധാരണ വാസസ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ, അതായത് എന്തെങ്കിലും വലിയ രീതിയിലുള്ള അസുഖം ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തിൻ്റെ തൊട്ട് അരികിൽ എത്തിച്ചേരുമ്പോൾ മാത്രം ഇത് കരയിലേക്ക് മടങ്ങി വരുന്നു. അതായത് ഇത് കരയിൽ എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും മരിക്കുക. ഡൂം ഡേ ഫിഷുകൾ താമസിക്കുന്ന പ്രദേശം ഇത്രയധികം താഴ്ചയിലായതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ട് പ്രകാശമൊന്നും ഉണ്ടായിരിക്കില്ല. അതിശക്തമായിട്ടുള്ള തണുപ്പായിരിക്കും അവിടെ ഉണ്ടാവുക. കൂടാതെ അവിടുത്തെ മർദ്ദവും അതിഭീകരമാണ്. സമുദ്രപ്പരപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലായ്പ്പോഴും നമുക്ക് തിരകൾ കാണാൻ സാധിക്കും. ആഴക്കടലിലാണെങ്കിൽ പോലും അവിടെ അത്യാവശ്യം തിരകൾ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ഡൂം ഡേ ഫിഷ് താമസിക്കുന്ന പ്രദേശത്ത് കാര്യമായിട്ടുള്ള തിരകളോ അല്ലെങ്കിൽ ജലത്തിൻ്റെ ചലനമോ ഉണ്ടായിരിക്കുന്നതല്ല. ജലത്തിന്റെ ചലനം ഒട്ടും ഇല്ലാത്ത പ്രദേശത്തായിരിക്കും ഇതിന് ഏറ്റവും സൗകര്യമായിട്ട് വസിക്കാൻ സാധിക്കുക. ഗവേഷകരുടെ അനുമാനം അനുസരിച്ച് ഇതൊരു മൈഗ്രേറ്ററി ഫിഷാണ്.
അതായത് ഇതിന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ അതിവേഗതയിൽ സഞ്ചരിച്ച് ഒരു പ്രത്യേക പ്രദേശത്ത് എത്തിച്ചേരാൻ സാധിക്കും. പിന്നീട് കുറച്ചു കാലം അവിടെയുള്ള മത്സ്യത്തെയൊക്കെ ഭക്ഷിച്ച് അവിടെ തന്നെ ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുക. പിന്നെയും മറ്റൊരു സീസൺ ആകുമ്പോൾ അത് അവിടെ നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ചേക്കേറുന്നു. ഇത് പ്രധാനമായിട്ടും ഭക്ഷിക്കുന്നത് വലിപ്പം വളരെ കുറവുള്ള മത്സ്യങ്ങളെയും ജെല്ലി ഫിഷുകളെയും സ്ക്വിഡുകളെയും അതുപോലെ ഫൈറ്റോ പ്ലാങ്ടണുകളെയുമാണ്. ഇതിൻ്റെ വായയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ മത്സ്യങ്ങൾ ആ മത്സ്യത്തിൻ്റെ വായിലേക്ക് പ്രവേശിക്കുന്ന വസ്തുക്കളെ ആയിരിക്കും ഭക്ഷിക്കുക. എന്നാൽ ഈ മത്സ്യത്തിന് അതിൻ്റെ വായ തന്നെ ശരീരത്തിന് വെളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 1772 തന്നെ നമുക്ക് ഇതിനെ കണ്ടെത്താൻ സാധിച്ചെങ്കിൽ പോലും അത് കരയിൽ വെച്ചായിരുന്നു. അതിൻ്റെ യഥാർത്ഥ വാസസ്ഥലത്ത് അത് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പിന്നെയും ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കാരണം മനുഷ്യർക്ക് നേരിട്ട് പോകാൻ സാധിക്കാത്ത വളരെ ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു പ്രദേശത്താണല്ലോ ഇത് താമസിക്കുന്നത്. ഒടുവിൽ 2008 ROV വെഹിക്കിളിൻ്റെ സഹായത്താൽ, അതായത് റിമോട്ട്ലി ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിളിൻ്റെ സഹായത്താൽ ആദ്യമായി ഇതിൻ്റെ അടുത്തേക്ക് പോവുകയും നേരിട്ട് പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഡൂംഡേ ഫിഷുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിത്തുകൾ ഉണ്ടാകുന്നത് ഏകദേശം ഇതിനെ കണ്ടെത്തിയിട്ടുള്ള അതേ കാലഘട്ടത്തിൽ തന്നെയാണ്. 17ാം നൂറ്റാണ്ടിൽ പോലും ജാപ്പനീസുകാർക്കിടയിൽ ഇതിനൊരു പേരുണ്ടായിരുന്നു. റൂജുനോ സുക്കായി എന്നാണ് അതിൻ്റെ പേര്. സമുദ്രദേവന്റെ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന ദൂതൻ എന്ന് അർത്ഥം. ജാപ്പനീസ് മിത്തോളജി അനുസരിച്ച് അവരുടെ സമുദ്രദേവനാണ് റൂജിൻ. റൂജിന് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒരു വലിയ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് അനേകം മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ സന്ദേശവാഹകരുമുണ്ട്. നമ്മുടെ ഓർഫിഷ് അത്തരത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശവാഹകനാണ്. വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ ഈ സമുദ്രദേവൻ ഓർഫിഷുകളെ തീരങ്ങളിലേക്ക് അയക്കും. ഒരുപാട് ഓർഫിഷുകൾ തീരങ്ങളിൽ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്നാണ്. രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമുദ്ര തീരങ്ങളുള്ള ഒരു രാജ്യം ജപ്പാനാണ്. അതുകൊണ്ട് തന്നെ ആ തീരങ്ങളിൽ ധാരാളമായി ഓർഫിഷുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനു പുറമെ ഏറ്റവും കൂടുതൽ സീസ്മിക് ആക്ടിവിറ്റികൾ നടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും സുനാമികളും സംഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ. അതുകൊണ്ട് ഒരുപാട് ഓർഫിഷുകൾ തീരത്ത് എത്തിച്ചേരാനും അതിന് തൊട്ടടുത്തുള്ള വർഷങ്ങളിൽ സുനാമിയോ വലിയ രീതിയിലുള്ള ഭൂകമ്പങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓർഫിഷുകൾ ഫേമസ് ആകുന്നത് 2011 ജപ്പാനിൽ നടന്ന സുനാമിക്ക് ശേഷമാണ്. അതിനുശേഷമാണ് ഇത് ഡൂംഡേ ഫിഷ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങിയത്. 2011 മുതലുള്ള വർഷങ്ങളിൽ എല്ലാ ആളുകളും ഓർഫിഷുകളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങി. എവിടെയൊക്കെയാണ് ഓർഫിഷുകൾ കണ്ടെത്തിയതെന്ന് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്താനും അത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു വരാനും തുടങ്ങി. ഇങ്ങനെ റാൻഡമായിട്ട് സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ പിന്നീട് ആളുകൾ ഒരു പ്രത്യേക പാറ്റേൺ കണ്ടു തുടങ്ങി. ഇതിനെയാണ് ക്ലസ്റ്ററിംഗ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കാർ മേടിക്കാൻ പോവുകയാണെന്ന് കരുതുക. നിങ്ങൾ മേടിക്കാൻ പോകുന്ന കാർ ഹോണ്ട സിറ്റി ആണ്. പിന്നീട് നിങ്ങളുടെ മനസ്സിൽ മുഴുവനും ഹോണ്ട സിറ്റി ആയിരിക്കും. എങ്ങോട്ട് യാത്ര ചെയ്താലും നിങ്ങളുടെ കണ്ണിൽ പെടുന്നതെല്ലാം ഹോണ്ട സിറ്റിയാണ്. അതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് ഹോണ്ട സിറ്റി ഉണ്ടായി വരുന്നു എന്നല്ല. നിങ്ങളുടെ മനസ്സിൽ മുഴുവനും ഹോണ്ട സിറ്റിയാണ്. നിങ്ങൾ എങ്ങോട്ട് നോക്കിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹോണ്ട സിറ്റിയെ കാണാൻ വേണ്ടിയാണ്. മറ്റുള്ള കാറുകൾ കണ്ടാലും നിങ്ങൾ അത് കണ്ടതായിട്ട് ഗവനിക്കാറില്ല. ഹോണ്ട സിറ്റികളെ പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുകയും ചെയ്യും. ഇത് ഹോണ്ട സിറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ബാധകമാണ്. കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു മോഷണം നടന്നു എന്ന് കരുതുക. പിന്നീട് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് മോഷണത്തിൻ്റെ വാർത്തകളാണ്. കാരണം റിപ്പോർട്ടേഴ്സ് പിന്നീട് കൂടുതലായിട്ട് മോഷണങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ നടത്തും. അങ്ങനെയാണ് മോഷണ വാർത്തകൾ കൂടുതലായിട്ട് വരുന്നത്. ഈ ഇല്യൂഷനും പാരന്റ് ക്രിയേഷനും ഒക്കെ ഒഴിവാക്കി അൺബയാസ്ഡ് ആയിട്ട് ഓരോ വർഷങ്ങളിലുമുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഏതാണ്ട് സമാന രീതിയിലുള്ള ഓർഫിഷുകളെയാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കാം. പക്ഷേ ചില വർഷങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഓർഫിഷുകൾ വന്ന് അടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണമാണ്. കൂടുതലായിട്ട് ഓഷ്യൻ കേന്ദ്രീകരിച്ച് മലിനീകരണം സംഭവിക്കുകയാണെങ്കിൽ ഓർഫിഷുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് സംഭവിച്ചിട്ടുള്ള ഒരു അപകടത്തെ എടുക്കാം. MSC എൽസ 3 എന്ന് പറയുന്ന ഒരു കപ്പൽ പൂർണ്ണമായിട്ടും മുങ്ങിപ്പോവുകയുണ്ടായി. ആ കണ്ടെയ്നറുകൾ അടങ്ങിയിരുന്ന അനവധി വസ്തുക്കൾ അത് സമുദ്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി. കുറേയൊക്കെ നമ്മുടെ തീരത്ത് വന്ന് അടിയുകയും ചെയ്തു. ഇതൊരു വലിയ പൊല്യൂഷനാണ്, നമ്മുടെ സമുദ്രത്തിൽ സംഭവിച്ചിരിക്കുന്ന പൊല്യൂഷനാണ്. മത്സ്യങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ഈ പറയപ്പെടുന്ന ഓർഫിഷുകളുടെ ജീവിതത്തെയും ബാധിക്കുന്നതാണ്. ഒരുപക്ഷെ അവരുടെ ജീവന് പോലും അപകടകരമായിട്ട് മാറിയേക്കാം. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അത് അതിൻ്റെ അവസാന കാലങ്ങൾ ചെലവഴിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് തീരപ്രദേശങ്ങളാണ്. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് ഇതുവരെയായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഓർഫിഷുകൾ അങ്ങനൊരു പാറ്റേൺ ഉണ്ട്. ഡോക്ടർ ഗ്രാൻസ് പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്ര പ്രബന്ധത്തെ നമുക്ക് ഇതുമായിട്ട് ഒന്ന് കൂട്ടി വായിക്കാം. ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയിലെ ലിതോസ്ഫിയറിക് പ്ലേറ്റുകൾ പരസ്പരം തെന്നി മാറുന്നത് കാരണമാണ്. അത് ഒറ്റയടിക്കുണ്ടാകുന്ന ഒരു തെന്നിമാറ്റമല്ല,
അത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു ലിതോസ്ഫിറിക് പ്ലേറ്റ് മറ്റൊരു ലിതോസ്ഫിറിക് പ്ലേറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പരം ഉരസുന്നുണ്ട്. ഇങ്ങനെ ഉരസുന്ന സമയത്തൊന്നും ഭൂകമ്പം സംഭവിക്കണമെന്നില്ല. ആ ഉരസലിൽ ഒരു ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു വ്യതിചലനം സംഭവിക്കുമ്പോൾ അത് ഭൂകമ്പമായിട്ട് കലാശിക്കും. ഇത്തരത്തിൽ ഉരസലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തായിരിക്കും ഭൂകമ്പം ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇങ്ങനെ ഉരസലുകൾ സംഭവിക്കുമ്പോൾ ആ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പാറകൾ, പ്രത്യേകിച്ചും സമുദ്രത്തിന്റെ ആഴങ്ങളിലുള്ള പാറകൾ, ആ പാറകളിൽ അയണൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ സംഭവിക്കും. അതായത് അതിലടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങളിലെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് അത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിട്ട് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് മാറും. അങ്ങനെ സമുദ്രത്തിൽ കൂടുതലായിട്ട് പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ ഉണ്ടാകും. ചില മത്സ്യങ്ങൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന പോസിറ്റീവ് ചാർജുകളെ സെൻസ് ചെയ്യാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. ഒരുപക്ഷെ അത്തരത്തിലായിരിക്കാം ഓർ ഫിഷുകൾ നമ്മുടെ തീരത്തേക്ക് വരുന്നത്. ഒരുപാട് ഓർ ഫിഷുകൾ തീരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഒരു സുനാമി അല്ലെങ്കിൽ ഒരു ഭൂകമ്പം സംഭവിച്ചേക്കാം. പക്ഷേ ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിനെ മത്സ്യങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ അയോൺസ് ജലവുമായിട്ട് പ്രവർത്തിച്ച് മറ്റു പല വാതകങ്ങളും ഉണ്ടാക്കും. ഈ വാതകങ്ങൾ പല മത്സ്യങ്ങൾക്കും അപകടമായിട്ട് മാറും. ഈ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുമായിരിക്കാം ഓർ ഫിഷുകൾ തീരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. മറ്റു ചില ശാസ്ത്ര ഗവേഷണങ്ങൾ അനുസരിച്ച് ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ഉണ്ടാകും. മനുഷ്യൻ ഒരിക്കലും ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കില്ല. പക്ഷേ പല മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുൻപ് പല മത്സ്യങ്ങൾക്കും അത് തിരിച്ചറിയാൻ സാധിക്കുകയും അവ ഒരുപക്ഷെ നമ്മുടെ തീരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തേക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. അതും ഒരു അനുമാനം മാത്രമാണ്, നമുക്ക് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് എന്ന് പ്രൂവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മിക്കവാറും ഈ അടുത്ത കാലത്തൊന്നും പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മളിവിടെ പഠനത്തിന് വിധേയമാക്കേണ്ട മത്സ്യം നമ്മളിൽ നിന്നും വളരെയധികം ആഴങ്ങൾ കഴിയുന്ന ഒരു മത്സ്യമാണ്. അവിടെ നേരിട്ട് മനുഷ്യന് പോയി പഠനം നടത്താൻ വളരെ പ്രയാസമാണ്. പക്ഷേ ROV വെഹിക്കിൾസ് ഉപയോഗിച്ചിട്ട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ചില ന്യൂനതകളുമുണ്ട്. ചുരുക്കത്തിൽ ഡൂം ഡേ ഫിഷുകൾ നമ്മുടെ തീരത്ത് കണ്ടു എന്നതുകൊണ്ട് ഇവിടെ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് അർത്ഥമാക്കുന്നില്ല. അത് വളരെ റാൻഡമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. മനുഷ്യന് ഇത്തരത്തിലുള്ള റാൻഡമായിട്ടുള്ള സംഭവങ്ങളെ ഒരു പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സ്വഭാവമുണ്ട്. അത് പരിണാമപരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവമാണ്. പക്ഷേ ഒരുപാട് ഓർ ഫിഷുകൾ ഏകദേശം ഒരേ സമയത്ത് ഏതാണ്ട് ഒരേ തീരപ്രദേശത്ത് തന്നെ അടുക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ഒരു വലിയ അപകടത്തിന് കാരണമായി മാറിയേക്കാം. അതുമല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഒരു വലിയ മലിനീകരണമായിരിക്കാം ഓർ ഫിഷുകളെ തീരപ്രദേശത്ത് എത്തിച്ചേർത്തത്. കാരണം അവയ്ക്ക് സമുദ്രത്തിൽ നിലനിൽക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ അവ തീരപ്രദേശത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതിൻ്റെ പിന്നിൽ ചില ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ശരിക്കുമുള്ള ഓർ ഫിഷുകളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവയ്ക്ക് ഒരു ആറാം ഇന്ദ്രിയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാൽ നമുക്കതിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. ആറാം ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ അതൊരു സൂപ്പർ നാച്ചുറൽ പവറായിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണല്ലോ ഉള്ളത്. നമുക്കൊരു വസ്തുവിനെ തൊടാൻ സാധിക്കും, നമുക്ക് മണക്കാൻ സാധിക്കും, അതുപോലെ ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. അതിനുപരിയായിട്ട് വേറെ ഏതെങ്കിലും രീതിയിലൂടെ നമുക്കൊരു വസ്തുവിനെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ആറാം ഇന്ദ്രിയമാണ്. പല ജീവികൾക്കും ഇത്തരത്തിലുള്ള ആറാം ഇന്ദ്രിയങ്ങളുണ്ട്. നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റു ജീവജാലങ്ങളുടെ ആറാം ഇന്ദ്രിയം എന്ന സിദ്ധി അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന കമൻറ്റ് ഒന്ന് പരിശോധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.